വിഷ്ണുവിൻ്റെ അച്ഛൻ നടരാജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം ശ്രീ നടരാജ്. എനിക്കറിയാം മകൻ്റെ നഷ്ടത്തിൽ വല്ലാത്തൊരു വേദനയിലാണ് അച്ഛനും കുടുംബവും എന്നറിയാം. സങ്കടത്തിനോടൊപ്പം ഞങ്ങളും ചേരുന്നു. നടരാജ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ മകൾക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് നടരാജ്? മകൾ 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അയ്യോ, കൊച്ചു കുഞ്ഞാണല്ലേ? 1ാം ക്ലാസ്സിൽ. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന. 7 വയസ്സ്, 6 വയസ്സ് കഴിഞ്ഞ്. ഓക്കെ. ഈ 1.5 വർഷമായിട്ട് വിഷ്ണുവും ആതിരയും 2 വീട്ടിലാണോ താമസിക്കുന്നത്? പിണങ്ങി താമസിക്കുകയാണോ? പിണങ്ങി താമസിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് പലപ്പോഴും വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവൾ പോകുമ്പോഴൊന്നും കുഞ്ഞിനെ കൊണ്ടുപോകാറില്ല. കുഞ്ഞിനെ ഇവിടെ ഇട്ടിട്ടാണ് അവൾ പോകുന്നത്. അങ്ങനെ 5 വയസ്സ് വരെ, 6 വയസ്സ് വരെയും ഞങ്ങൾ വളർത്തി UKGയിൽ പഠിപ്പിച്ച് പഠിത്തം തീർന്നപ്പോൾ വെക്കേഷൻ സമയത്ത് കുഞ്ഞിനെ വേണമെന്ന് പോലീസിനോട് പരാതി പ്രകാരം കുഞ്ഞിനെ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ അവളുടെ വീട്ടിലേൽപ്പിച്ചു. അത് കഴിഞ്ഞ് കുഞ്ഞിനെ TC എടുത്ത് അവളുടെ ഇഷ്ടപ്രകാരം കായംകുളം സ്കൂളിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അവനത് സമ്മതിച്ചു. അവൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്കൂളിൽ TC എടുക്കാൻ ചെന്നപ്പോൾ കൊടുക്കരുതെന്ന് എല്ലാവരും പറഞ്ഞിട്ടും അവൻ പറഞ്ഞു കൊണ്ടുപോയി പഠിപ്പിക്കട്ടെ. അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആഴ്ചയിൽ മേശരിപ്പണിയാണ്. ഈ വിഷ്ണുവും ആതിരയും തമ്മിലുള്ള വിവാഹം കുടുംബം ചേർന്ന് നടത്തിയ വിവാഹമല്ലേ, അതോ അവരുടെ പ്രണയവിവാഹമായിരുന്നോ? അതെ, പ്രണയ വിവാഹമായിരുന്നു. ഞങ്ങളുടെ ആളുകൾക്ക് ആർക്കും ഇഷ്ടമില്ലാതിരുന്നിട്ടും അവന്റെ നിർബന്ധപ്രകാരം ഞങ്ങളത് നടത്തിക്കൊടുത്തു. എല്ലാവരും കൂടി. പെൺകുട്ടിയുടെ വീട്ടുകാർ, അതായത് ആതിരയുടെ വീട്ടുകാർക്കും ഈ വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നോ? എല്ലാവർക്കും നല്ല താല്പര്യമായിരുന്നു. അവരുടെ താല്പര്യത്തിന് ഇവൻ വഴങ്ങിയാണ് ഈ വിവാഹം നടത്തിയത്. ഞങ്ങളുടെ പ്രേരണ ഞങ്ങൾക്കും ഇഷ്ടമില്ലാതിരുന്നു. അങ്ങനെ ഇത് 2ാമതൊരു കല്യാണം കഴിച്ചതാണ്. 5 പവന്റെ സ്വർണം എറണാകുളത്ത് ഉദിച്ചൈതന്യജിയുടെ നേതൃത്വത്തിൽ 10 കല്യാണം നടത്തിയ കൂട്ടത്തിൽ ഒരു കല്യാണമാണിത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങളുടെ കൂടെ വന്നില്ല. ഞാൻ അപ്പോൾ വിചാരിച്ച് അല്ലല്ല, ആദ്യമായിട്ടുള്ള വിവാഹം. ആദ്യ ഉദിച്ചൈതന്യജിയുടെ നേതൃത്വത്തിൽ 10 കല്യാണം എറണാകുളത്ത് നടത്തിയ കൂട്ടത്തിൽ ഒരു കല്യാണമാണ് ഇത്. അപ്പോൾ അന്ന് അവിടുന്ന് 5 പവന്റെ സ്വർണം കിട്ടുമെന്നും പറഞ്ഞ് കല്യാണം നടത്തിയപ്പോഴത് ഞാൻ അന്നേരം ഇവരെല്ലാവരും പറഞ്ഞു എന്നോട്, ഇത് നടത്തണ്ട, വേണ്ട, പോകണ്ട, ആരും കൂടിയതുമില്ല. ഞാൻ പറഞ്ഞ പാവങ്ങളല്ലേ, എന്തെങ്കിലും കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞ കല്യാണത്തിന് നിർബന്ധിച്ച് ഞാനും എൻ്റെ ഭാര്യയും വേറെ ആരും ഇടപെട്ടില്ല, കൊണ്ടുവന്ന് നടത്തി കൊടുത്തു. എത്ര കാലം ഒരുമിച്ച് താമസിച്ചിട്ടുണ്ടാവും ഇവര്? അങ്ങനെ അത് കഴിഞ്ഞാണ് പിന്നെ കല്യാണം നടക്കുന്നത്. ഇവര് 7 കൊല്ലമായി വിവാഹം കഴിഞ്ഞിട്ട്. അതിൽ ഇപ്പോൾ 7 കൊല്ലത്തിനിടയ്ക്ക് 3 പ്രാവശ്യം വഴക്കിട്ട് പോവുകയും ഇപ്പൊ പോയിട്ട് 1.5 വർഷമായി. പോയ സമയങ്ങളിൽ തിരക്കത്തതുമില്ല, കൊണ്ടുപോകത്തതുമില്ല. വിവാഹമോചനത്തിന്റെ കേസ് വല്ലതും നടക്കുന്നുണ്ടോ? കേസ് കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു. ഇല്ല, വിവാഹമോചനത്തിന്റെ കേസൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ. അപ്പൊ ഈ സംഭവ ദിവസം വിഷ്ണു കുഞ്ഞിനെ തിരിച്ച് പോലീസുകാർ വിളിപ്പിച്ച് ആതിരയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയതാണ്. അതിനുശേഷം എന്താ സംഭവിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊണ്ടാക്കാൻ പോയതാ. അത് എന്റെ ചേട്ടന്റെ വീട് പറ്റിയടുത്ത 2 വീടും അടുത്തടുത്ത വീടുകളാ. കുഞ്ഞിനെ അവിടെ കൊണ്ടുവിടുമ്പോൾ അവൾ ഓടി അപ്പുറത്തോട്ട് പോകും. കുഞ്ഞിനെ അവൾ വന്ന് എടുത്ത് എന്ന് കാണുമ്പോൾ എന്റെ മോനിങ് വണ്ടിയിൽ വരും. അവന്റെ വല്യച്ഛന്റെ വീടാണ്, എന്റെ ചേട്ടന്റെ വീടാണ്. അവിടാണ് അവൻ എപ്പോഴും. അദ്ദേഹത്തിനൊരു മോനുണ്ട്. ആ മോനുമായിട്ട് 2 പേരും കൂടെ ആണ് എപ്പോഴും പോവുകയും വരികയും എല്ലാത്തിനും പോകുന്നത്. അങ്ങനെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ പോയപ്പോൾ ഏതോ അവള് പറഞ്ഞു എന്നും പറഞ്ഞ അകത്തോട്ട് കയറിയത്. പിന്നെ ഞാനിതൊന്നും അറിഞ്ഞില്ല. കൊലപാതകമാണ്, അവന് മാരകമായ ആയുധം കൊണ്ട് അവളെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആരെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ നടരാജ്? അവിടെ എന്താ സംഭവിച്ചതെന്ന്? എല്ലാവരും ഉണ്ടായിരുന്നു. കൂടിയ ജനങ്ങളെല്ലാം കണ്ടു. ഈ അടി കൊടുക്കുന്നതും തല്ല് കിട്ടുന്നതും ഒക്കെ ആൾക്കാർ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് അല്ലേ? താടി കൊണ്ട് മോൻ വീണ് അവരെ ഇട്ട് മർദ്ദിക്കുകയായിരുന്നു.
ആളുകൾ ഓടിക്കൂടിയത് ഒടുവിലായിരുന്നു. വന്ന് കുഞ്ഞിനെ പൊക്കിയെടുത്തപ്പോഴേ ആൾ മരിച്ച്. ആശുപത്രിയിൽ ചെല്ലുന്നേക്കാൻ മുമ്പേ തന്നെ ആൾ മരിച്ചു. അതില് കൊലപാതകം ആതിരയുടെ അച്ഛനും അച്ഛന്റെ സഹോദരങ്ങളുമാണോ മർദ്ദിച്ചത്? ആ അച്ഛന്റെ സഹോദരങ്ങൾ 4 പേര്. ഒന്ന് ബാബുരാജ്, ഒന്ന് പൊടിമോൻ, ഒന്ന് പത്മൻ. ഇതെന്തിനായിരിക്കും ഈ മർദ്ദനവും അതുമായി എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ടാവുമോ അവിടെ ആ സമയത്ത്? വാക്കുതർക്കം ഉണ്ടാകുമോ എന്നറിയാൻ കുഞ്ഞിനെയും കൊണ്ട് ഇവനാ പോകുന്നത്. പോയപ്പോൾ ഞാൻ വിളിച്ച് 8:30 ഞാൻ വിളിച്ചു, മോനെ എടാ വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എന്താ വരുന്നച്ചാന്ന് പറഞ്ഞു. 10 മണിയായിട്ട് പോലും ഒരു വിളിയുമില്ല, അനക്കവുമില്ല. ഞാൻ എല്ലാവരെയും വിളിച്ചപ്പോൾ വഴക്ക് നടന്ന് ആശുപത്രി കൊണ്ടുപോയെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആളുകളെല്ലാം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് മാരകമായ ആയുധം കൊണ്ട് അവനെ അടിച്ച് വീഴ്ത്തി. ഒറ്റയ്ക്കൊന്നും ഒരു മനുഷ്യനും അവനെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. 5-6 പേര് കൂടി ഇരുട്ടടി അടിക്കാതെ എൻ്റെ മോനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതായത് കൂട്ടത്തോടെ വിഷ്ണുവിനെ ആക്രമിക്കുകയായിരുന്നു എന്നാണ് അല്ലേ? സംഘം ചേർന്ന് കൂട്ടത്തോടെ ആക്രമിക്കുകയായിരുന്നു. അവര് 5 വീടുകാർ, ഒരു മുറ്റത്തഞ്ച് വീടാണ്. ഒരു ചേട്ടാനിയന്മാരെല്ലാം കൂടെ. അല്ല, ഈ ഇതിനു മുൻപ് എപ്പോഴെങ്കിലും ഇങ്ങനെ സംഘർഷം ഉണ്ടായിട്ടുണ്ടോ? വിഷ്ണുവിനെ തല്ലാനോ മറ്റോ ശ്രമിച്ചിരുന്നോ? ഇതിനു മുൻപ് ഇവിടെ ഇവൻ അവളെ ഒന്ന് അടിച്ചെന്നും പറഞ്ഞ് അവള് പോയി കഴിഞ്ഞപ്പോൾ ആളുകളുടെ മധ്യസ്ഥയിൽ വിടാമെന്നും പറഞ്ഞ് അവൻ ഇവളെ ആശുപത്രിയിൽ കിടന്നപ്പോൾ ആശുപത്രിയിൽ ചികിത്സിക്കാൻ വന്ന ഡോക്ടർ പറഞ്ഞ് ഇവനെ ഒന്ന് കൗൺസിലിംഗ് നടത്തണമെന്ന് പറഞ്ഞു. അങ്ങനെ നടത്താമെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇവളുടെ അമ്മയും അച്ഛനും എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞ് ഒരു മധ്യസ്ഥയിൽ നമുക്ക് കരയോഗത്തിൻ്റെ മധ്യസ്ഥയിൽ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. ഇവളുടെ അനിയത്തിയുടെ ഇവളുടെ കുഞ്ഞമ്മയുടെ വീട്ടിലായിരുന്നു അവർ നിന്നത്. ഇവൻ അവളെ കുഞ്ഞിനെ കാണാൻ ചെന്നപ്പോൾ ആദ്യത്തെ ദിവസം കുഞ്ഞിനെ കണ്ട്, 2ാമത്തെ ദിവസം ഇവളുടെ ഒരു ചേട്ടത്തിയുണ്ട്, അവള് 2 കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ നിൽക്കുകയാണ്. അവൾ ഭർത്താവിനെ ഉപേക്ഷിച്ച് 2 കുഞ്ഞുങ്ങളുമായി വന്ന് ആ വീട്ടിൽ നിൽക്കുക. അവളുടെ പ്രേരണയിൽ അവൾ തന്നെ വണ്ടിയിൽ അവളുടെ വീട്ടിൽ കൊണ്ടുവന്നു. ഇവൻ കുഞ്ഞിനെ കാണാൻ ചെന്നതും കുഞ്ഞിനെ കൊടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ വഴക്കുണ്ടാകുകയും ചെയ്തു. ഇവനെ അടിക്കുകയും ചെയ്ത് അവർ കേസും കൊടുത്തു. അത് വലിയ കേസായിരുന്നു. അത് പിന്നെ പാർട്ടിക്കാരെല്ലാവരും പറഞ്ഞ് അത് തീർത്ത് കുഞ്ഞിനെ പിറ്റേന്ന് 3 മണിക്ക് അവളെ ഇവിടെ വിളിച്ചുകൊണ്ട് വരികയും ചെയ്തു. 2 പ്രാവശ്യം കൂടെ വഴക്ക് നടന്ന് ഇവള് പോയപ്പോഴെല്ലാം. അപ്പൊ അത് കഴിഞ്ഞ ഒരു 1.5 വർഷമായിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിരുന്നു. ഒട്ടും സമാധാനപരമായിരുന്നില്ലെന്ന് തോന്നുന്നു. ഈ വിഷ്ണുവിനെ എന്ത് വെച്ച് 1.5 വർഷമായിട്ട് ഇല്ല. ഇപ്പൊ ഈ അവസാനമായി പോയിട്ട് പിന്നെ എന്തോ എന്ത് വെച്ചാ അടിച്ചതെന്ന് വല്ലതും പറയുന്നുണ്ടോ? മാരകമായ ആയുധം വെച്ചാ അടിച്ചതെന്നാ പറയുന്നത്. ഓക്കെ. ഈ മറ്റ് അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? തലയ്ക്ക് അടിയേറ്റാണ് വീണത്. വിഷ്ണുവിന് അസുഖങ്ങളുള്ളതാ, എന്നാലും കാരണമായ അസുഖങ്ങളൊന്നുമില്ല. അവന് ഷുഗർ ഉണ്ട്, മരുന്ന് കഴിക്കുമ്പോഴതങ്ങ് മാറുകയും ചെയ്യും. പണിക്ക് പോകുന്ന ആളായിരുന്നു. ഓക്കെ. എന്തായാലും ഒരു സങ്കടമായി പോയി. വിഷ്ണുവല്ലാതെ കാരണം അവര് കൊലപാതകം നടത്തിയത്. അതെ. എന്തായാലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. കൊലപാതക കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. ഈ അങ്ങേക്ക് വേറെ മക്കളുണ്ടോ? വിഷ്ണുവിന് സഹോദരങ്ങളുണ്ടോ? ആരുമില്ല. ഈ ഒരു മോനേ ഉള്ളു. ഓ, ഏക മകനാണ്. ആണായാലും പെണ്ണായാലും ഈ ഒരു മോനേ ഉള്ളു, ഏക മകൻ. ആ കല്യാണം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നിയിരുന്നു അല്ലേ പല ഘട്ടങ്ങളിലും? പല സമയങ്ങളിലും വേണ്ടിയില്ല എന്ന് തോന്നി. ഇവർ കിടക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരു മുറിയിലാണ് കിടക്കുന്നെങ്കിലും കിടക്കുന്നെങ്കിലും ഞങ്ങൾ രണ്ടുപേരും അടുത്ത് കാവൽ കടന്നുകൊണ്ടാണ് ഇത്രയും നാൾ ജീവിച്ചത്. അടിയും ബഹളമാണ്. വേറെ പോയി ജീവിക്കണമെന്ന് എല്ലാവരും പറഞ്ഞിട്ടും വേറെ പോയി ജീവിക്കണമെന്ന് പറഞ്ഞിട്ടും ഞങ്ങൾ വിടത്തില്ല. എനിക്കറിയാം, ഒന്നുകിൽ ഇവൻ അല്ലെങ്കിൽ അവൾ മരിക്കുമെന്ന് എനിക്കറിയാം. ഇപ്പോഴെൻ്റെ മോനെ അവള് കൊല ചെയ്ത്. മനസ്സിലായി. എന്തായാലും നിർഭാഗ്യകരമായ കാര്യം. എന്തായാലും കേസ് നടക്കട്ടെ. ആ കേസിന്റെ നടത്തിപ്പിൽ എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് ആ ഘട്ടത്തിൽ ഇടപെടാം. ശ്രീ നടരാജ്, എന്തായാലും നിങ്ങളുടെ സങ്കടത്തോടൊപ്പം കുടുംബത്തോടൊപ്പം നമ്മളും ചേരുന്നുണ്ട്. ഏക മകനാണ്. താങ്ക് യു ശ്രീ നടരാജ്. നമുക്കൊപ്പം ചേർന്നത് വിഷ്ണുവിൻ്റെ അച്ഛനാണ്.
എന്താണല്ലേ നമ്മുടെ ഇടയിൽ സംഭവിക്കുന്നത്. ഇനി ഇതിനൊരു വേറൊരു വേർഷൻ തീർച്ചയായിട്ടും ഭാര്യയ്ക്കും കുടുംബത്തിനും പറയാനുണ്ടാവും. വിഷ്ണു ഈ ആതിരയെ അടിച്ചിരുന്നു എന്നാണ് പറയുന്നത് എപ്പോഴൊക്കെയോ, അതും ചെയ്യാൻ പാടില്ലല്ലോ. അപ്പോൾ ആതിരയ്ക്കും ഒരു വേർഷൻ പറയാനുണ്ടാവും. പക്ഷേ ഒരാളെ അടിച്ചു കൊല്ലുക, അഥവാ ഇനി മർദ്ദിക്കുന്ന കൂട്ടത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. അതൊക്കെ ഇനി അന്വേഷണത്തിലൂടെ വെളിപ്പെടേണ്ട കാര്യങ്ങളാണ്. പക്ഷേ ഒരാളെ തല്ലിക്കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. നമ്മളുടെ എല്ലാവരുടെയും കൺസേൺ എന്ന് പറയുന്നത് ആ കുഞ്ഞിലാണ്, അല്ലേ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുഞ്ഞ് ഇതൊരു പക്ഷേ ഇതൊക്കെ കണ്ടു നിൽക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ആ കുട്ടിയുടെ മനസ്സെന്തായിരിക്കും എന്നൊന്ന് ആലോചിച്ച് നോക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടമാവുക. പിണങ്ങി ഒരുമിച്ച് പോവില്ല എന്ന് കരുതി കഴിഞ്ഞാൽ സമാധാനത്തോടു കൂടി ഗുഡ് ബൈ പറയാൻ നമ്മളിനി എന്നാ പഠിക്കുക? നമുക്കിതൊരു പിന്നെ വലിയ ശത്രുക്കളായി തീരും. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മനുഷ്യർ ഏറ്റവും വലിയ വെറുക്കുന്ന മനുഷ്യരായി തീരുന്നത് എങ്ങനെയാണ് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല. എത്രമേൽ സ്നേഹമുണ്ടാവുന്നോ അത്രമേൽ വെറുപ്പിൻ്റെ ആഴം കൂടുമോ? ഐഡിയ